ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക്. എൻ്റെ അടുത്ത് ഈയിടെയായിട്ട് ഒരു 6 മാസമായിട്ട് ചികിത്സക്കായിട്ട് വരുന്ന ഒരു അച്ഛനുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ചുണ്ടയിൽ നിന്ന് വരികയാണ്. ചുണ്ട എന്ന് പറയുന്നത് കൽപ്പറ്റക്കടുത്ത ഒരു സ്ഥലമാണ്. നല്ലൊരു മനുഷ്യനാണ്. ഏകദേശം ഒരു 70 വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് അദ്ദേഹത്തിനെ കാണുന്നില്ല. ഏകദേശം ഒരു മാസമായിട്ട് കാണുന്നില്ല. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളിലേക്ക് വരുന്ന ഒരു പേഷ്യൻ്റ് വരാതിരിക്കുമ്പം നമുക്കൊരാശങ്ക ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പറിൽ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ടു. അവർ ബന്ധുക്കൾ എന്നോട് പറഞ്ഞു അദ്ദേഹം വീട്ടിലില്ല, അദ്ദേഹം വൃദ്ധസദനത്തിലാണ് ഇപ്പോൾ വസിക്കുന്നത്. അദ്ദേഹത്തിന് സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള ആളും അദ്ദേഹത്തിന് 3 ആൺമക്കളുണ്ട്, ഒരു പെൺകൊച്ചുമുണ്ട്. അവരൊക്കെ നല്ല വിദ്യാസമ്പന്നരും സർക്കാർ തലത്തിൽ നല്ല ജോലിയൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹം ഇങ്ങനെ വൃദ്ധസദനത്തിലേക്ക് പോയത്? അത് സാറേ, അദ്ദേഹത്തിനെ നോക്കാൻ ആളില്ല, എല്ലാവരും ജോലിയൊക്കെ ആയി അന്ന് വേറെ മാറി, അപ്പോൾ ചാച്ചനെ നോക്കാൻ ആളില്ല എന്നാണ് അവരെ ബന്ധുക്കൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട വൃദ്ധസദനത്തെക്കുറിച്ചുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നൽകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വൃദ്ധസദനം എന്ന് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഓൾഡ് ഏജ് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് അനാഥരായിട്ടുള്ള, അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത ആളുകൾക്ക് സമപ്രായക്കാരുമായി വളരെ സൗഹൃദപരമായി ജീവിക്കാനുള്ള ഒരു ഇടമാണ്. അല്ലാതെ നല്ല സാമ്പത്തിക ഭദ്രതയും ഉയർന്ന ഔദ്യോഗിക പദവിയിലിരിക്കുന്ന സ്വന്തം മക്കളൊക്കെയുള്ള ആളുകൾക്ക് പോയി വസിക്കേണ്ട ഒരിടമല്ല വൃദ്ധസദനം എന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. മോറോവർ, ആത്മബന്ധങ്ങൾക്ക് ഒത്തിരി വിലയും പവിത്രതയും കൽപ്പിച്ച ഒരു സംസ്കാരമാണ് നമ്മുടെ. എന്നാൽ ഈ അന്യസംസ്കാരങ്ങളുടെ കടന്നുകയറ്റം നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഞാനും എൻ്റെ കുടുംബവും എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒത്തിരി ആളുകൾക്ക് ഒരു ഭാരമായി മാറിയിരിക്കുന്നു. ഈ ഫാമിലി എന്ന് പറയുമ്പോൾ അധിക ആളുകളും വിചാരിക്കുന്നത് ഭാര്യയും എൻ്റെ മക്കളും അടങ്ങുന്നതാണ് ഫാമിലി എന്നാണ്. അങ്ങനെയല്ല. ഫാമിലി എന്ന് പറയുമ്പോൾ അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ളതാണ് ഫാമിലി എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, ഒരു മനുഷ്യായുസ് മുഴുവനായി തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും തൻ്റെ കുടുംബത്തിൻ്റെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും മാറ്റിവെച്ച ഒത്തിരി പാവപ്പെട്ട വൃദ്ധരായ മനുഷ്യർ ഇന്ന് വൃദ്ധസദനങ്ങളിൽ അഭയം തേടുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ് എന്ന് സ്വയം ചിന്തിക്കുക. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, എല്ലാവർക്കും അറിയാം. വാർദ്ധക്യത്തിന് ട്രീറ്റ്മെൻറ്റും ഇല്ല, അതിനൊരു ചികിത്സയും ഇല്ല. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു ഘട്ടം മാത്രമാണ്. നമുക്കറിയാം, കൗമാരം അല്ലെങ്കിൽ യൗവനം, ബാല്യം, അതുമല്ലെങ്കിൽ മധ്യവയസ്സ് കഴിഞ്ഞ് വരുന്ന ഒരു ഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിലെത്തുമ്പോൾ വിദ്യാസമ്പന്നരായ മക്കൾക്ക് തൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് വെളിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു ഭാരമായി മാറുന്നു. അവരെ നോക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. ഈ സമയത്താണ് വൃദ്ധസദനങ്ങളെക്കുറിച്ച് സ്വന്തം മക്കൾ അന്വേഷണം ആരംഭിക്കുന്നത്. ഏതെങ്കിലും ഒരു നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയി മാതാപിതാക്കളെ ഏൽപ്പിച്ച് തൻ്റെ സ്നേഹനിധിയായ ഭാര്യയെയും മക്കളെയും കൂട്ടി എങ്ങനെയായാലും ഒന്ന് രക്ഷപ്പെടണം എന്നവർ ചിന്തിക്കുന്നത് മാതാപിതാക്കൾ ഈ ഘട്ടം തരണം ചെയ്യുമ്പോഴാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ വൃദ്ധസദനം എന്ന് പറയുന്ന വാക്ക് എന്ന പേര് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നാം കേട്ടിരുന്നത് വളരെ ഞെട്ടലോടുകൂടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ മറ്റൊരിടത്ത് കൊണ്ടുപോയി ആക്കുക. ഇത് തികച്ചും പാശ്ചാത്യ സംസ്കാരമാണ്. ഇത്
ഇന്ന് നാം കടമെടുത്തതാണ് അവരിൽ നിന്ന് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി. ഈ സംസ്കാരം ഇന്ന് സർവ്വസാധാരണയായി മാറിയിരിക്കുന്നു. ഈ സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളുന്നതിന് പകരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിക്കുകയും വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും മരുന്നും സന്തോഷവുമെല്ലാം നൽകുകയും അവരെ കേൾക്കാനുള്ള, അവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സമയമെങ്കിലും സ്വന്തം മക്കൾ കണ്ടെത്തുകയാണ് വേണ്ടത്. ഈ വൃദ്ധസദനം എന്ന് പറയുമ്പോൾ സമ്പത്തും അതുപോലെ തന്നെ നല്ല വിദ്യാസമ്പന്നരായ മക്കളും അതുപോലെ ധാരാളം ബന്ധുക്കളും ഒക്കെയുള്ള ആളുകൾക്ക് പോയി കിടക്കാനുള്ള ഒരിടമല്ല. ആരുമില്ലാത്ത, നോക്കാൻ ആരുമില്ലാത്ത അനാഥരായ ആളുകൾക്ക് സമപ്രായക്കാരുമായി കൂടി ആലോചിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കാനുള്ള ഒരിടം മാത്രമാണ്. വൃദ്ധരായ മാതാപിതാക്കൾ സമൂഹത്തിൽ വലിയ പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ഓരോ പ്രായമായ വ്യക്തിയും ജീവിത സായാഹ്നത്തിലെത്തിയിരിക്കുന്നു എന്ന് നാം കരുതിയാൽ മതി. അവർ മാനസിക പീഡനം അനുഭവിക്കേണ്ട ആളുകളല്ല നമ്മുടെ മാതാപിതാക്കൾ. അവർ ഒരിക്കലും ഒറ്റപ്പെടേണ്ടവരുമല്ല. വൃദ്ധരായ നമ്മുടെ അച്ഛനമ്മമാർ നമ്മെ വിട്ടുപോയതിൽ പിന്നെ ആർക്കെങ്കിലും ഒരിത്തിരി ഭക്ഷണവും അല്പം പഞ്ചസാര കലക്കിയ ഒരു തുള്ളി വെള്ളവും കൊടുക്കലല്ല ശ്രാദ്ധം എന്ന് പറയുന്നത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ കരുതലോടെ സംരക്ഷിക്കുകയും അവരെ ഒറ്റപ്പെടുത്താതിരിക്കുകയും അവരെ അവഗണിക്കാതിരിക്കുകയും ചെയ്യലാണ് നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്. ഗുരുവിലൂടെ ഈശ്വരനെയും അതുപോലെ തന്നെ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് ഒത്തിരി സ്നേഹവും നൽകി ജീവിക്കുന്ന കാലം അത്രയും ജീവിക്കാനായിട്ട് നാം ശ്രമിക്കുക. താങ്ക്സ് സോ മച്ച്. See you guys soon.